അത് സദ്ഗ്രാമം എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ്. അതിൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു വലിയ സ്വപ്നമാണ്. കാരണം അത് നമ്മൾ പലപ്പോഴും കോളനി എന്ന് പറയുന്നത്, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനൊരു സ്കൂളിൽ ഒരു വിസിറ്റിന് ശേഷം അവിടുത്തെ ടീച്ചേഴ്സിനെ എല്ലാവരെയും വിളിച്ച് അവിടുത്തെ റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ വളരെ അവരൊരു ആലോചിച്ച് പറഞ്ഞതൊന്നും ആയിരിക്കില്ല, പക്ഷെ അവർ പറഞ്ഞു, നമ്മുടെ സ്കൂളിൻ്റെ റിസൾട്ട് കുറയാൻ കാരണം കോളനിയിലെ കുട്ടികളുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, എത്ര ശക്തമായൊരു പൊതുബോധമാണ് നമ്മുടെ ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ കോളനികളെക്കുറിച്ച്, SC വിഭാഗത്തെക്കുറിച്ച്, ദളിതനെക്കുറിച്ച് ഉണ്ടാവുന്നത് എന്നത് ഈ സമകാലികമായ ഒരുപാട് സംഭവത്തിൽ നിന്ന് നമുക്കറിയാം. ഇതെൻ്റെ ഒരു ജീവിതാനുഭവമാണ് ഞാൻ പറയുന്നത്. അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, ഈ കോളനി എന്ന പദം തന്നെ വലിയ തോതിൽ ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിൽ നിന്ന് ആ ഷെല്ല് പൊട്ടിക്കാതെ ആ മനുഷ്യർക്ക് വിമോചനമില്ല എന്നതാണ് ഒരു സത്യം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തൊരു ഇനീഷ്യേറ്റീവായിരുന്നു അന്ന് ഈ കോളനി എന്ന പദം മാറ്റണം എന്ന് ബഹുമാന്യനായ മന്ത്രിക്ക് അന്ന് റിക്വസ്റ്റ് ചെയ്തു. ആ റിക്വസ്റ്റിലാണ് അവസാനമായി അദ്ദേഹം രാജിവെക്കുമ്പോൾ ഒപ്പുവെച്ച് പോയത്. ഞങ്ങൾ ആ കോളനി എന്ന പദം നേരത്തെ ഉപേക്ഷിച്ചവരാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ കോളനി എന്ന് ഉപയോഗിക്കാൻ പാടില്ലെന്നും പകരം സദ്ഗ്രാമം എന്ന് ഉപയോഗിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുകയും അങ്ങനെ സദ്ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു. അവിടെ കണ്ട ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിൽ നിന്ന് വളരെ വിഭിന്നമായി നൂറുകണക്കിന് ആളുകൾക്ക് കക്കൂസ് പോലും ഇല്ലാത്ത കുടുംബങ്ങളുണ്ട്. വീട് ചോർന്നൊലിക്കുന്ന വെറും ഷീറ്റ് വലിച്ചു കെട്ടിയ വീടുകളുണ്ട്. അപ്പോൾ അത്തരം മനുഷ്യരെ എങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും? അപ്പോൾ ഇനി എൻ്റെ ഒരു സ്വപ്നം, ഒരിക്കൽ കൂടി തിരിച്ചു വരികയാണെങ്കിൽ, ഒരിക്കൽ കൂടി MLA ആകാൻ കഴിയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം 10 വർഷത്തിനുള്ളിൽ സദ്ഗ്രാമങ്ങൾ ഞങ്ങളുടെ 4 ഗോളുകൾ അച്ചീവ് ചെയ്യും.